ബീഫും ചിക്കനും ഒന്നുമില്ലാതെ ഒരു തട്ടുകട ടേസ്റ്റിലൊരു അടിപൊളി കപ്പ ബിരിയാണി ഉണ്ടാക്കിയല്ലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കിലോ കപ്പയാണ്. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കപ്പ ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലോട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കപ്പ വേവിച്ചെടുക്കാം. കപ്പ വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഞാനിന്ന് മൺചട്ടിയിലാണ് കേട്ടോ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മൺചട്ടി ചൂടാവാൻ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. അതിലോട്ട് 2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്കൊരു 4 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഒരു വലിയ സവോള ചെറുതായി കട്ട് ചെയ്തത് കൂടെ അതിലോട്ട് ചേർത്ത് നന്നായി തന്നെ വഴറ്റിയെടുക്കണം. ഒരു 4 പച്ചമുളക് കൂടി കട്ട് ചെയ്ത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ വഴറ്റിയെടുക്കാം. ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1/2 ടീസ്പൂൺ, ചിക്കൻ മസാല 1/4 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. ഇവയെല്ലാം നന്നായി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കപ്പ വേവിച്ചതിൽ ഉപ്പ് ഉണ്ടാവും, എന്നാലും കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ നന്നായി വഴറ്റി വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഉള്ളിയും പച്ചമുളകും പൊടികളും എല്ലാം കൂടെ ഒരു മസാല പരുവമായി വരണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഒന്ന് നന്നായി തിളച്ച് കുറുക്കി വരട്ടെ. നമ്മുടെ കപ്പ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കയ്യിൽ ഉപയോഗിച്ച് കപ്പ നന്നായി കുത്തിയുടച്ചെടുക്കാം. ഇതാ നമ്മുടെ മസാലയെല്ലാം നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 മുറി നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇതെന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എന്നിട്ട് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമ്മൾ നന്നായി വെന്തുടച്ച് വെച്ച കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു കയ്യിൽ ഉപയോഗിച്ച് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഗ്രേവി പോരാന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അല്പം വെള്ളം ചേർക്കാവുന്നതാണ്. കപ്പ ബിരിയാണി എന്ന് പറയുമ്പോൾ നല്ല തിക്കായിട്ടിരിക്കാൻ പാടില്ല. ഞാൻ ഇതിലോട്ട് ഒരല്പം വെള്ളം ചേർത്തിട്ടോ, അത് കാണിക്കാൻ പറ്റിയില്ല. ഇതുപോലെ കുറച്ച് ഗ്രേവി പരുവത്തിലായിരിക്കണം കേട്ടോ നമ്മുടെ കപ്പ ബിരിയാണി. ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കുറച്ച് സവോള ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ അടിപൊളി ടേസ്റ്റിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.